ഞാനിവിടെ മിനിമലിസം അതിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എന്തുകൊണ്ടാണ് ഈ മിനിമലിസത്തിലോട്ട് വന്നത്. അപ്പോൾ എനിക്കുണ്ടായ ഒരു ജെനുവിൻ എക്സ്പീരിയൻസ്, ഒരു വീഡിയോ കണ്ടന്റ് ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. മിനിമലിസത്തിലോട്ട് ഞാൻ വരുന്നത് എൻ്റെ മക്കൾ വളരെ ചെറുതായിരിക്കുന്ന സമയത്താണ്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അപ്പോൾ എൻ്റെ കൂടുതൽ സമയവും പോകുന്നത് ഇവരുടെ പുറകെ നടക്കാനാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ. മിക്കവാറും ഈ ചെറിയ കുട്ടികളുള്ള അമ്മമാരുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. ഇനി വീട്ടിൽ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ വളരെ കഷ്ടമായിരിക്കും. അപ്പോൾ ഇവർക്ക് കുറേ, അതായത് ഒരു ഡ്രസ്സല്ലല്ലോ ഒരു കുട്ടി ഒരു ദിവസം ഇടുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ അതിലഴുക്കാകും, കളിച്ച് കഴിയുമ്പോൾ അഴുക്കാകും. അങ്ങനെ രണ്ടുപേർക്കും കുറേ ഡ്രസ്സ് എപ്പോഴും മാറാനുണ്ടായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സ് അലക്കി നമ്മളുടെ ഒരു കാലാവസ്ഥ അനുസരിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇത് ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അലക്കൽ നമ്മൾക്കങ്ങ് വെറുത്തു തുടങ്ങി. അതുകൂടാതെയാണ് എൻ്റെ ഡ്രസ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മേക്കപ്പ് പ്രോഡക്ട്സ്, പിന്നെ നമുക്ക് കിച്ചണിൽ കുറേ സമയം നമ്മൾ കിച്ചണിൽ നിൽക്കുന്നുണ്ട്. രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, വൈകുന്നേരം, അങ്ങനത്തെയൊക്കെ കുറേ. ഞാൻ എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ്, എൻ്റെ മോൻ ഒരു വയസ്സുള്ള സമയത്ത് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. എന്നിട്ട് ഒരു വീട്ടമ്മയായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ജോലിക്ക് പോണതാണ് ബെറ്റർ. കാരണം ജോലിക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ പണികളൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ആ ജോലി മാത്രം അറ്റ്ലീസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ശരിക്കും ഒരു വീട്ടമ്മ എന്ന് പറയുന്ന ഒരു റോള് ഭയങ്കര ഭീകരമാണ്. വീട്ടമ്മ എന്നുള്ള റോള് ഭീകരമാകുന്നതെന്ന് വെച്ചാൽ, രണ്ട് തരത്തിലുള്ള വീട്ടമ്മമാരുണ്ട്. ചിലർ പറയും എനിക്ക് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഹൗസ് വൈഫുണ്ട്, ഹോം മേക്കേഴ്സും ഉണ്ട്. വീട്ടമ്മയെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ, ഒരു കുട്ടികളുടെ കാര്യവും ശ്രദ്ധിക്കാതെ, വീടിൻ്റെ ഒരു കാര്യവും ശ്രദ്ധിക്കാതെ, വെറുതെ വീട്ടമ്മയെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്ന വീട്ടമ്മമാരുണ്ട്. പക്ഷെ ഹോം മേക്കർ, വീടുണ്ടാക്കുന്നവർ, കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനുള്ള കാര്യങ്ങളും ബാക്കി എല്ലാവരുടെ ആരോഗ്യം, മാനസികാരോഗ്യം, അതുപോലെ പൈസ സൂക്ഷിക്കുന്നത്, അങ്ങനെ നമ്മളുടെ ലൈഫിൽ എല്ലാ ഏരിയയും ശ്രദ്ധിച്ചിട്ട് ആ വീട്ടിലൊരു ഐശ്വര്യമായിട്ട് വരുന്ന വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലോട്ട് നിൽക്കുമ്പോൾ ശരിക്കും വീട്ടമ്മയായിട്ടിരിക്കുന്നതാണ്, എല്ലാം ചെയ്യുന്നൊരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജോലി. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജോലി അതാണെന്ന് തോന്നിയാറുണ്ട്. കാരണം വീട്ടിൽ ഒരു 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 5 പേരുടെയും സ്വഭാവം ഡിഫറെൻ്റ് ആയിരിക്കും. 5 പേരുടെ ടേസ്റ്റ്, പരാതി, പരിഭവങ്ങൾ, കൂലിയില്ലാതെ ചെയ്യുന്നൊരു ജോലിയും കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സാധനത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ വീട് അടുക്കിപ്പെറുക്കി വെക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ട് മാറി. എപ്പോഴാണ് ഞാൻ ഇരുന്ന് ചിന്തിക്കുന്നത്, ഇതിനെന്താണ് ഒരു പ്രതിവിധി, ഇതെന്ത് ചെയ്യും ഇതിനേക്ക് എന്നുള്ളൊരു സാധനത്തിലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ ചില വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അതിലത്തെ കുറേ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മൾ ഈ മിനിമലിസത്തിലോട്ട് വന്നത്. അപ്പോൾ അതിൽ മിനിമലിസം എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിനേക്കാളും കൂടുതൽ വിദേശികളുടെ വീഡിയോസാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവിടെ അതൊരു എല്ലാവരും സാധാരണ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഈ മിനിമലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ, മേക്കപ്പിൻ്റെ കാര്യത്തിൽ, വീട്ടുപകരണങ്ങളുടെ കാര്യത്തിൽ, മൊത്തത്തിലുള്ള ഒരു മിനിമലിസം എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ നമുക്ക് അതൊരു നീഡാണെങ്കിൽ മാത്രമേ നമുക്ക് ആ മിനിമലിസം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ അതൊരു ട്രെൻഡാണെന്നും പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മിനിമലിസം പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾക്ക് മിനിമലിസം പഠിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം, ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു നീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലോട്ട് വരാൻ പറ്റുള്ളൂ. ചില ആളുകൾ മനസ്സിലാക്കുന്നത് പിശുക്കി ജീവിക്കുന്നു, ഭയങ്കര ലോ കോസ്റ്റിൽ ജീവിക്കുന്നു. ശരിക്കും മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്നവർ ഭയങ്കര പിശുക്കി അങ്ങനെയൊന്നും അല്ല ജീവിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ നല്ല സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. ചില ആളുകളുടെ മനസ്സിലുണ്ട്, അതായത് ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഡ്രസ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്, അതിനെയാണ് മിനിമലിസം എന്ന് പറയുന്നതെന്ന് തെറ്റായിട്ട് ധരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള, കുറേ നാളത്തേക്ക് നിൽക്കുന്ന ഏറ്റവും നല്ല ഡ്രസ്സായിരിക്കും അവർ വാങ്ങിക്കുന്നത്. സാധാരണ ആളുകൾ വാങ്ങിക്കുന്നതിനേക്കാളും ചിലപ്പോൾ കോസ്റ്റ് കൂടിയിട്ടുള്ളൊരു ഡ്രസ്സായിരിക്കും മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ വാങ്ങിക്കുന്നത്. അത് കുറേ നാളത്തേക്ക് അവർക്ക് ഉപയോഗിക്കാനുള്ളത്. പക്ഷേ ലോങ് ടൈമിലോട്ട് നോക്കുമ്പോൾ അവർക്കത് ലാഭമായിരിക്കും.
അല്ലാതെ കുറച്ച് നാളത്തേക്ക് ഒരു ഡ്രസ്സ് വില കുറവിൻ്റെ വാങ്ങിച്ചിട്ട് അത് കളഞ്ഞ് അടുത്തത് വാങ്ങിക്കുന്ന അങ്ങനെയല്ല. മിനിമലിസം എന്ന് പറയുമ്പോൾ ഭയങ്കര ചീപ്പായിട്ടുള്ള രീതി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. മിനിമലിസം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വസ്തുക്കൾ ഉപയോഗിച്ച്, കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളൊരു രീതിയാണ്. പിന്നെ നമ്മൾ ആ മിനിമലിസം നമ്മളുടെ ലൈഫിൽ അതെങ്ങനെ ഹെൽപ്ഫുൾ ആകും, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ അതിനെ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് ഞാൻ ആദ്യം മിനിമലിസം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഭയങ്കര തമാശയായിരുന്നു അത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡ്രസ്സല്ലേ നമ്മൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും അയ്യോ ഇത് എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്, ഇത് ഭംഗിയുള്ള ഡ്രസ്സാണ്, ഇതൊക്കെ എങ്ങനെ കളയും. നമുക്ക് ഓരോ ഡ്രസ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇടാത്ത ഡ്രസ്സായിരിക്കും, ചിലപ്പോൾ ഒരു വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഓരോ ഡ്രസ്സിനോടും നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര ഒരു കണക്ഷൻ. അപ്പോൾ അത് കളയാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നില്ല. സോ ആദ്യമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നില്ല. അപ്പോൾ കൂടുതൽ സമയവും ഞാൻ വീട്ടിലായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിൽ ഇടുന്ന ഡ്രസ്സാണ് കൂടുതൽ വേണ്ടത്. നല്ല ഡ്രസ്സുകൾ ഞാൻ അധികം പുറത്തോട്ട് പോകുന്നില്ല, എനിക്ക് നല്ല ഡ്രസ്സുകൾ അധികം ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ചുരിദാറിനൊക്കെ നല്ല ഷോളൊക്കെ, നല്ല സെപ്പറേറ്റ് ഷോള് മാത്രം വെച്ചാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഷോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് ഞാനൊരു 2-3 വർഷമായിട്ടൊക്കെ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളതാണ്, പക്ഷേ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്, പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നില്ലാത്ത ഡ്രസ്സുകളാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ആദ്യം എടുത്ത് മാറ്റിവെച്ചു, ഉപയോഗിക്കാത്തത് മാറ്റിവെച്ചു. അതായത് 1 വർഷമായിട്ടോ 2 വർഷമായിട്ടൊക്കെ ഉപയോഗിക്കാത്ത ഡ്രസ്സ്. ഞാൻ നോക്കുമ്പോൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അത് മാറ്റുക എന്നുള്ളതാണ്. കാരണം നമ്മൾ 2 വർഷമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാനും പോണില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പക്ഷെ അതിനോടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാനിത് ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും, അപ്പോൾ അവർക്ക് കൊടുത്താൽ അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇമോഷൻസൊക്കെ മാറ്റി വെച്ചുകൊണ്ടും ആ ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ ഒട്ടും കൊള്ളില്ലാത്തത് നമ്മൾ കത്തിച്ചു കളഞ്ഞു. മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ മറ്റുള്ള ആളുകൾക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ ആ കിട്ടുന്ന ആളുകൾ ഈ ഡ്രസ്സിൻ്റെ ഭംഗിയും നല്ല ഡ്രസ്സ് കാണുമ്പോൾ അവർ വിചാരിക്കണം, അയ്യോ ഇതിനെന്താണ് വട്ടായോ, നല്ല ഡ്രസ്സൊക്കെയാണല്ലോ ഈ കൊടുക്കണത്, എന്തിനാ ഇവർ ഈ കൊടുക്കണേ. അപ്പം മിനിമലിസം എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പറയാൻ പോയില്ല. അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി ഡ്രസ്സ് സ്വീകരിച്ചു. അപ്പോൾ അതിക്ക് മുന്നേ നമ്മൾ ഡ്രസ്സ് വെച്ചിരുന്നതെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ ഞാൻ ഡ്രസ്സ് വെച്ചിരുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഡ്രസ്സ് വെക്കാൻ എനിക്ക് മാത്രമായിട്ട് ഒരു അലമാരി ഉണ്ട്. പിന്നെ നമുക്ക് വോളിൽ ഒരു അലമാരി ഉണ്ട്. അതായത് 2 അലമാരിയിൽ ഞാൻ ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും പൊതുസ്വത്താണല്ലോ, അപ്പോൾ അവരുടെ അലമാരി എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സ് അവരുടെയിലും കൊണ്ടുപോയി വെക്കുമായിരുന്നു. ഇനി നമ്മൾക്ക് ഒരുപാട് ഡ്രസ്സുള്ളതുകൊണ്ട് അടുക്കിപ്പറക്കി വെക്കാൻ പറ്റില്ല, ഈ കുത്തിക്കയറ്റി വെക്കുക എന്നുള്ളതാണ്. ഈ അലമാരി തുറക്കുമ്പോൾ ഈ ഡ്രസ്സെല്ലാം കൂടിയും താഴോട്ട് വീഴും. അതായിരുന്നു അവസ്ഥ. അപ്പോൾ ശരിക്കും ഈ ഡ്രസ്സൊക്കെ നമ്മൾ കുറേ സാരിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ മുന്നേ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. അപ്പോൾ അവിടെ സാരിയായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. അപ്പോൾ കുറേ സാരി ഉണ്ടല്ലോ, നല്ല സാരിയാണ്. ആദ്യം ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇത് കൊടുക്കാനായിട്ട്. പക്ഷെ നമ്മളത് അർഹിക്കുന്നവരെ നോക്കിയിട്ട്, ഇഷ്ടമുള്ളവർക്കൊക്കെ നോക്കിയിട്ട് ആ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ അവരത് സന്തോഷത്തോടെ വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് ഇത്തിരി സന്തോഷമൊക്കെ തോന്നി. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ വിഷമമൊന്നുമില്ല കേട്ടോ, അന്ന് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാ ഡ്രസ്സും അർഹിക്കുന്ന ആളുകൾക്ക് നോക്കിയിട്ട് എടുത്ത് കൊടുത്തു. ഈ ഡ്രസ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ 2 അലമാരിയിൽ വെച്ചത് കൂടാതെ അച്ഛൻ്റെ അമ്മയുടെ അലമാരിയിലും കൊണ്ടേ വെക്കുമായിരുന്നു ഞാൻ. ഇത് ഡ്രസ്സെല്ലാം കൊടുത്തു കഴിഞ്ഞ് എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് എടുത്തതെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ ഒരാഴ്ചത്തേക്ക് ഉള്ള ഒരു 7 ജോഡി ഡ്രസ്സ് വീട്ടിലിടാനായിട്ട്. അപ്പോൾ 7 ജോഡിക്ക് പകരം ഞാനൊരു 14 ജോഡി വീട്ടിലിടാനുള്ളൊരു ഡ്രസ്സ് മാറ്റി വെച്ചു. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാനുള്ളൊരു 10 അങ്ങനെ എന്തോ ഡ്രസ്സ് അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാനായിട്ട്. അതായത് ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് നമ്മൾ എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത്, ഇപ്പം മാരേജിന് പോകും, അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറച്ച് ഡ്രസ്സുകൾ മാറ്റി വെച്ചു. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, അതായത് 2.5 അലമാരിയാണല്ലോ ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരലമാര, ഒരു ഷെൽഫ്, ആ ഷെൽഫിൻ്റെ ഒരു പാർട്ടുണ്ടല്ലോ, ആ പാർട്ടിൽ വെക്കാനുള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ വീട്ടിലിടാനുള്ള ഡ്രസ്സ് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ വീട്ടിലിടാനുള്ള ഡ്രസ്സെന്ന് കറക്റ്റ് കാണാവുന്ന പാകത്തിൽ
നമുക്കത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പണ്ട് എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്ന സമയത്ത് പല ഡ്രസ്സുകളും നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. മറന്നു പോയതുകൊണ്ട് ചില ഡ്രസ്സ് എടുക്കൂല, പിന്നെ ചിലത് ഏറ്റവും താഴേക്ക് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എവിടെ ആക്ച്വലി നമ്മൾ ആ മുകളിൽ ഇരിക്കുന്ന ഡ്രസ്സുകൾ മാത്രമാണ് മാറി മാറി ഉപയോഗിക്കുന്നത്, വെറുതെ സ്ഥലം കളയാനായിട്ട് കുറേ ഡ്രസ്സുകൾ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ ഉള്ള ഡ്രസ്സുകൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നു. കാരണം നമുക്ക് ആ ഡ്രസ്സ് വെച്ച്, അതായത് വെക്കാനായിട്ട് നമുക്ക് സ്പേസ് ഉണ്ട്, അത് നല്ല വൃത്തിയിൽ അടുക്കി പെറുക്കി വെക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏത് ഡ്രസ്സ് ഇടും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ തലവേദന പിടിച്ച ക്വസ്റ്റ്യൻ. നാളെ ഏത് ഡ്രസ്സ് ഇടും. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ആകെ 5-6 ഡ്രസ്സേ ഉള്ളൂ. അവിടെ ചെല്ലുക, ഒരു ഡ്രസ്സ് ഇടുക, അലക്കി തേച്ച് വെച്ചേക്കുന്ന ഒരു ഡ്രസ്സ് ഇടുക. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഏരിയ, പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ഞാൻ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ പോകുമ്പോൾ ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നോന്നോ നാട്ടുകാർ മുഴുവൻ നമ്മളെ ശ്രദ്ധിക്കുന്നോന്നോ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പണ്ടും ഞാനിപ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് പോകുമ്പോഴും എല്ലാവരും ഒരേപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ആരും നമ്മളെ നോട്ടീസൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മളുടെ വെറും തെറ്റിദ്ധാരണയാണ്. നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ മിനിമലിസം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി 14 ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ച് വീട്ടിലിടാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു സമയത്തുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ മിനിമലിസം എന്ന് പറയുമ്പോൾ 2 ഡ്രസ്സ് പാടുള്ളൂ, 2 ജോഡി ഡ്രസ്സ് പാടുള്ളൂ, അല്ലെങ്കിൽ 10 ജോഡി ആകെ പാടുള്ളൂ, അങ്ങനെ റൂൾസ് ഒന്നുമില്ല. അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഇത് മിനിമലിസം ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ രാജകുമാരിയായിട്ടായിരിക്കുമല്ലോ വളരുന്നത്. അപ്പോൾ അവിടെ ഒന്നും വെച്ചിട്ട് എനിക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊരു ബുദ്ധിമുട്ടോ, ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര നമ്മളുടേതായ ഒരു ഇതിൽ നമ്മൾ സുന്ദരിയായിട്ടൊക്കെ നമ്മൾ നടന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഡ്രസ്സൊന്നും നമ്മൾ ധരിച്ചിട്ടില്ല, എന്നിട്ട് മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്നത് ഭയങ്കര ശോകമായിരിക്കും. കാരണം നമ്മളുടെ ഇല്ലായ്മ കൊണ്ട് നമ്മൾ മിനിമലിസത്തിലോട്ട് വന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ മിനിമലിസം പ്രാക്ടീസ് ചെയ്യണമെങ്കിലും പുറത്ത് ആളുകൾ നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് അതൊക്കെ ഇടാനുള്ളൊരു ടെൻഡൻസിയൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ മിനിമലിസം പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ആരോടും സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് കോളേജിൽ, ഹോസ്റ്റലിൽ, എല്ലാ സ്ഥലത്തുമൊക്കെ നിന്നിരുന്നപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് എല്ലാ ഡ്രസ്സും വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഇട്ട് ആ പുതിയ ഡ്രസ്സ് ഇടുന്നു, പുതിയ ഡ്രസ്സ് നാട്ടുകാരെ കാണിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കുന്നു, അപ്പോൾ അവർ നല്ലതാണെന്ന് പറയുന്നു. ആ സന്തോഷമൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം, നമ്മൾ ആ ഒരു സുഖം അനുഭവിച്ചതിന് ശേഷം മിനിമലിസത്തിലോട്ട് പോകാനേ ഞാനത് പറയുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിലെ ഒരു പീരീഡിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹിക്കുന്ന ഡ്രസ്സൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കിടാനായിട്ട് ബേസിക് ആയിട്ടുള്ള ഡ്രസ്സ് പോലും ഇല്ലാത്തിരുന്ന അവസ്ഥയും അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലൂടെയും ഞാൻ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇന്ന് പ്രഗ്നൻസി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, എൻ്റെ ആ ഒരു പീരീഡൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ആ സമയത്ത് നമുക്ക് വയറൊക്കെ വലുതായി വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇടാനുള്ളൊരു ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മുന്നുപയോഗിച്ചിരുന്ന ഡ്രസ്സ് ഭയങ്കര ടൈറ്റായിട്ടായിരിക്കുള്ളൂ ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് ഞാൻ ഷോളൊക്കെ വെച്ചിട്ട് മൂടി വെച്ചിട്ടൊക്കെ പോയതൊക്കെ ഇന്നിങ്ങനെ ആളുകൾ വയറൊക്കെ കാണിച്ചൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനതൊക്കെ ആലോചിക്കാറുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താതെ ഞാൻ അതിൽ ആ ഒരു ലിമിറ്റേഷനിൽ ജീവിക്കാൻ ഞാൻ പഠിച്ചു. അപ്പോൾ അന്നേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഏത് സാഹചര്യമാണെങ്കിലും വേണമെന്ന് വെച്ചാൽ നമുക്കതിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ മിനിമലിസം സ്റ്റാർട്ട് ചെയ്യണേക്ക് മുന്നേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു മിനിമലിസത്തിലോട്ട് വരാനായിട്ട്. ഇനി 2 ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിൻ്റേതായ എന്താ പറയുക സൗന്ദര്യമുണ്ട്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട്. പക്ഷേ ഇനി എങ്ങനത്തെ ഒരു ലൈഫാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മിനിമലിസം ആയിരിക്കും. കാരണം ഭയങ്കര ഈസിയാണത്. കാരണം നമുക്ക് ആ അലമാര, നമ്മളുടെ ഷെൽഫ് തുറക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഡ്രസ്സൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നു. ആകെ 5-6 ഡ്രസ്സുള്ളത് നല്ലോണം ഇരിക്കുന്നുണ്ട്. മറ്റേത് ചുരുട്ടിക്കൂട്ടി ഇതൊന്നും വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഒന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇപ്പം മിനിമലിസം പ്രാക്ടീസ് ചെയ്യണമെങ്കിലും ഇടയ്ക്ക് എനിക്ക് ചില ഡ്രസ്സൊക്കെ ഇടണമെന്ന് ആഗ്രഹം തോന്നാറുണ്ട്. അപ്പം ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ പോയി അങ്ങനത്തെ 1-2 ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ആഗ്രഹത്തിന് വേണ്ടി ഇടും. പക്ഷെ ഇടുന്ന നിമിഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവാറുണ്ട്, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെയാണ്, എന്ത് കാര്യത്തിന് വാങ്ങിച്ചു എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നാറുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ആ ഡ്രസ്സ് ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്.
ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് ഇപ്പം കേരളത്തിലാണ് താമസിക്കുന്നത്, ചൂടുള്ള കാലാവസ്ഥയൊക്കെ ഉണ്ട്. ഇനി മഴയത്ത് ഇടാന്ന് വിചാരിച്ചാൽ മഴയത്ത് നമുക്ക് ആ ഡ്രസ്സ് ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. സോ കോട്ടൺ ഡ്രസ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇത് മാക്സിന്ന് വാങ്ങിച്ചതാണ്. മാക്സിൻ്റെ എല്ലാ ഡ്രസ്സുകളും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും, കളർ ചേഞ്ച് മാത്രം ഉണ്ടായിരിക്കും, എല്ലാ ഡിസൈനും. കോട്ടൺ ആണ് ഭയങ്കര ഇടാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പം ഞാൻ ഇപ്പോൾ വീട്ടിലിടുന്നത് ഇതുപോലത്തെ ഡ്രസ്സാണ് ഞാൻ വീട്ടിലിടുന്നത്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നതും എനിക്ക് ഹോം ഓഫീസാണ്, വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ കൺസൾട്ടേഷൻ സമയത്തും നമ്മൾ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലൊരു കോട്ടിടും എന്ന് മാത്രം. പിന്നെ നമുക്കിപ്പോൾ രാത്രി ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിലും ഈ ഡ്രസ്സ് കംഫർട്ടബിൾ ആണ്. സോ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും മിനിമലിസം പ്രാക്ടീസ് ചെയ്യൂ എന്നുള്ളൊരു സാധനമല്ല. ആവശ്യമുള്ളവർ ഇത് പ്രാക്ടീസ് ചെയ്യൂ. നമുക്ക് ലൈഫിൽ കുറേയും കൂടി സമയം കിട്ടും. കാരണം ഈ ഡ്രസ്സുകൾ സ്ത്രീകൾക്ക് മനസ്സിലാകും. ഈ ഡ്രസ്സുകൾ അലക്കുന്നത് ഒരു ജോലിയാണ്. അത് ഉണക്കിയെടുക്കുക, പിന്നെ പോയി എടുത്തുകൊണ്ട് വരിക, മടക്കി വെക്കുക, ഈ സ്ഥലത്ത് കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ഞാൻ വീട്ടുജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഇതല്ല പറഞ്ഞത്, ജോലിയും കൂടിയും ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ ഈ മിനിമലിസം എന്ന് പറയുന്നത് ഞാൻ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ഇരുന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ കിച്ചണിൽ ഞങ്ങളത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ പുതിയതായിട്ട് വീട് പണിത സമയത്ത് ഞങ്ങൾ ഒറ്റ കിച്ചണാണ് പണിതത്. ഒറ്റ കിച്ചൺ മീൻസ് ഷോ കിച്ചൺ ഇല്ല, അതുപോലെ തന്നെ വർക്ക് ഏരിയ, സ്റ്റോർ റൂം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ഓപ്പൺ കിച്ചൺ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ മിനിമലിസം തന്നെയാണ് അപ്ലൈ ചെയ്തത്. കാരണം പണ്ടത്തെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കുറേ പാത്രങ്ങൾ, ഇപ്പം എൻ്റെ അമ്മയുടെ അമ്മ കൊടുത്തിട്ടുള്ള ചെമ്പു പാത്രം, പിന്നെ കോളാമ്പി, പിന്നെന്താണ് ഈ അതിൻ്റെ പേരൊക്കെ എനിക്ക് വലിയ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഈ കൊടമൊക്കെ ഉണ്ടല്ലോ, ചെമ്പാണോ അങ്ങനത്തെയൊക്കെ കുറേ, അതായത് ഉപയോഗമൊന്നുമില്ല, പക്ഷേ അമ്മയുടെ അമ്മ തന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമോഷണലി എടുത്തു വെക്കുന്ന അങ്ങനത്തെ കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വെറുതെ സ്പേസ് പോകുമ്പോൾ ഒരു സാധനം അടക്കി പെറുക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അമ്മേനോട് പറഞ്ഞു, അമ്മ എന്തിനാണ് നമ്മൾ ഒരാളുടെ ഇമോഷനെ നമുക്കത് സൂക്ഷിച്ചു വെക്കാനും പറ്റുന്നില്ല, വെറുതെ എന്തിനാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഞാൻ അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കി. അമ്മ മനസ്സോടെയാണ്, അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പം അമ്മയ്ക്കും ഈ ഇമോഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അമ്മ തന്നു, ഞാനത് കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് ആ വിറ്റ് കിട്ടിയ പൈസ ഉണ്ടല്ലോ, ആ പൈസയ്ക്ക് ഞാനിങ്ങനെ അമ്മയ്ക്ക് ചെമ്പിൻ്റെ ആയിരുന്നു വിറ്റത്. അപ്പോൾ ആ ചെമ്പിൻ്റെ തന്നെ വാട്ടർ ബോട്ടിൽ പോലത്തെ സാധനവും, പിന്നെ കറക്റ്റ് ആ പൈസയ്ക്ക് തന്നെ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള, അതിന് പകരം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി അമ്മേനെ ഓർക്കാനായിട്ട് ഞാനത് വിറ്റത്, എന്നിട്ട് പകരം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇത് അമ്മ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവരുടെ ഇമോഷൻസ് ഓക്കെ ആയല്ലോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പാത്രങ്ങൾ പഴയതെല്ലാവരും കൊടുത്തു, ചിലത് നമ്മൾ വിറ്റു, റീപ്ലേസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രം വെച്ചു. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അടുക്കളയെന്ന് പറയുന്നത് ഒരു വർക്ക്ഷോപ്പ് പോലെ തോന്നൂല. നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം വെച്ചിട്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നും. പിന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ബൾക്കായിട്ട് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള കബോർഡൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമുക്കിപ്പോൾ ആ അടുക്കള കണ്ടാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് തോന്നും, കുക്ക് ചെയ്യാനായിട്ട് നല്ല രസമാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് നമുക്കത് മാറി. ആവശ്യത്തിനുള്ള പാത്രങ്ങൾ. അപ്പം നമുക്ക് ഈ കിച്ചൺ എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ പെട്ടെന്ന് ക്ലീനിങ് ഈസി ആയിട്ട് തീരും. നമ്മളുടെ സമയം ഒരുപാട് ലാഭവും, പിന്നെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള മറ്റ് ഫർണിച്ചർ ആയിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഈ മിനിമലിസം അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഈവൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ മിനിമലിസം അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം പണ്ട് ഇങ്ങനെ ഹായ് ബൈ പറയുന്ന ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ കുറേ സൗഹൃദങ്ങളൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് ആവശ്യമുള്ളത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ചില ഫ്രണ്ട്സിന് നമുക്ക് ആവശ്യമായിരിക്കും, ചില ഫ്രണ്ട്സിന് നമ്മളെ ആവശ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മീനിങ് ഫുള്ളായിട്ടുള്ള, ഭയങ്കര ആത്മാർത്ഥതയുള്ള കുറച്ച് സൗഹൃദങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അതും നമുക്ക് കാരണം കുറച്ച് പേരുള്ളതുകൊണ്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അവരെ വിളിക്കാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാര്യമൊക്കെ ആണെങ്കിലും ഭയങ്കര ഈസിയാണത്. പിന്നെ നമ്മൾ
ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിലും മിനിമലിസം ഉണ്ട്. അതായത് ആവശ്യമില്ലാത്തതിനെ എല്ലാത്തിനെയും മാറ്റി ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഫോണിലുള്ളൂ. നമ്മളുടെ കോണ്ടാക്ട്സ് എടുത്തിട്ട് ആവശ്യമില്ലാത്ത എല്ലാവരും അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആവശ്യമുള്ള ആളുകൾ മാത്രമേ അതിലുള്ളൂ. ഇനി നമ്മൾ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്തേക്കാണ്. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മിനിമലിസം നമുക്ക് ലൈഫിൽ ഏത് ഏരിയയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇങ്ങനെ വിചാരിക്കേണ്ട, അതായത് ഇപ്പം ഞാനിപ്പോൾ ഇന്ന് മിനിമലിസത്തിനെ പറ്റി പറയുന്നത് എനിക്കിപ്പോൾ യൂസ്ഫുൾ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നാളെ എനിക്ക് മിനിമലിസം അല്ല ഇത്രയും കൂടിയും അല്ലാത്ത രീതിയിൽ ജീവിക്കണം എന്ന് തോന്നിയാൽ നമ്മളിങ്ങനെ വിചാരിക്കരുത്, അയ്യോ ഞാൻ അങ്ങനെ എല്ലാവരോടും പറഞ്ഞു പോയില്ലേ, ഇനി ആളുകൾ അങ്ങനത്തെ തോട്ട്സ് ഒന്നും നമുക്ക് വേണ്ട. നമ്മളുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയാണ്. നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടല്ല ജീവിക്കുന്നത്. സോ നമുക്ക് ഈ മിനിമലിസം നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ഫോളോ ചെയ്യുക. പക്ഷേ ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് പണ്ട് ദേഷ്യപ്പെട്ട് ചെയ്തിരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. കുറച്ച് ലൈറ്റ് നമുക്കിങ്ങനെ നമ്മളൊരു റൂമിലോട്ട് കയറി വരുമ്പോഴാണെങ്കിലും ചുറ്റുപാട് അലങ്കോലമായിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിപ്പറയ്ക്കാണെങ്കിലും കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഭംഗിയിലിരിക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നു, നമുക്കതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മിനിമലിസം പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്നവരാണോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? എനിക്കത് അറിയാനായിട്ട് ആകാംക്ഷയുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.